നമ്മൾ കാരം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ഖബറടക്ക ശുശ്രൂഷകൾ ഇപ്പോൾ കോട്ടയം ദേവലോകം അരമനയിൽ നടക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. വരുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുന്നു. എന്നാലും ഈ രണ്ടുപേരുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മുറിയുടെ പുറത്ത് വടക്കുവശത്തെ ഗ്ലാസ് മുമ്പിൽ മറഞ്ഞു നിൽക്കരുത്. അവിടെ മാധ്യമ പ്രവർത്തകർ അവരുടെ ക്യാമറകൾ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് എല്ലാ സ്ഥലത്തേക്കും മാറി നിൽക്കാം. വടക്കുവശത്തെ ഗ്ലാസ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് മറഞ്ഞു നിൽക്കരുത് എന്ന് പ്രത്യേകമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ശരീരത്തിൽ തൈലമൊഴിച്ച് ശോശപ്പാ കൊണ്ട് മുഖം മൂടി ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം പ്രാർത്ഥനകൾ ചൊല്ലി മുഖം മൂടുന്നതാണ്. തൻ്റെ ദൈവീക കൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ പിതാവിനെ താൽക്കാലിക ജീവിതത്തിൽ യാത്രയാക്കിയ ദൈവമേ,
അവിടുത്തെ സന്നിധിയിൽ നിന്ന് മാലാഖമാരുടെ സഹായം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണമേ. ഈ ഞങ്ങളുടെ പിതാവിൻ്റെ മൃതദേഹത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം അയാളിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്നും അദ്ദേഹം വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശനിർഭരമായ ഭവനങ്ങളിൽ വിശുദ്ധരോടൊപ്പമുള്ള ആനന്ദത്തിലേക്ക് ഈ പുണ്യപിതാവിനെ കൊണ്ടുവരണമേ. സന്തോഷത്തോടും ആനന്ദത്തോടും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും പോരാട്ടങ്ങളിലുള്ള സംരക്ഷണത്തിനും വിശുദ്ധരോടൊപ്പമുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കും. ശബിയോനോ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. വീണ്ടും സമീകരിക്കപ്പെടുന്ന അരുളി ചെയ്ത പ്രകാരം കർത്താവേ തിരുവിഷ്ടം പിതായി മഹാപുരോഹിതനിൽ നിറവേറിയിരിക്കുന്നു. പിതാവിൻ്റെ ഭൗതിക ശരീരം കവറിനുള്ളിലേക്ക് ഇപ്പോൾ ഇറക്കുന്നു. വൈദികർ തന്നെ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് കിഴക്കോട്ട് അഭിമുഖമായി പിതാവിൻ്റെ ഭൗതിക ശരീരം കബറിനുള്ളിലേക്ക് ഇറക്കുകയാണ് വൈദികർ ചേർന്ന്. പിതാവെ, ഇനി വീണ്ടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മുഖാമുഖം അവൻ്റെ തേജസ് കാണുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിനെ നമുക്ക് യാത്ര അയക്കാം. വീണ്ടും കാണാമെന്നുള്ളതായ ക്രിസ്തീയ പ്രത്യാശയോടെ പരിശുദ്ധ പിതാവിനെ നമുക്ക് യാത്ര അയക്കാം. ഖബറിൽ പൂകിടും അതിവീരൻ തന്നധികാരം ചെയ്യും, വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും. ചിതറിയൊരല്ലഖിലം നേടും തേജസ്സൊടുതനുവും നാശം കൂടാ ഉയരേൽക്കും സ്തുത്യൻ മാർത്താമറിയാം തൻ സോദരനാകും ലോകോ സാക്ഷിഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ചാൻ നീച്ചെന്നപ്പോൾ യായിറോ സുതജീവിച്ചാൾ മൃതരന്ത്യത്തിൽ ജീവിക്കും നിന്ന വാനത്താൽ മൃതസംഗേതേ മൺമയനാദാമോടായി നിയമം തള്ളിയ മൺമയനെ ഖേദി കേണ്ട നീ മൃതിയും ജീവനുമേകിടും ദൈവസുതൻ ഞാനെന്നോ ദിയ ബഹുബലവാനാം സ്വർഗീയൻ സ്തുത്യൻ ചാതുര്യത്തോടു ഭുവനത്തെ മരണനുഗത്തിൽ ബന്ധിച്ചൊരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായി വേവും നൃപരെ പദവികളിൽ നിന്നും ഭീകരരാകും വിധികർ താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു. തൃപ്പാവനതനുവോടുയിരും രുതിരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടുമീതോവ താൽ പുണ്യം ജീവ പ്രദനാം മശിഹാനിൻ ദൈവിക
ബലഭാഗ തവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ. ഭവനത്തിലേക്ക് പോകാമെന്ന് എന്നെ എന്നോട് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, എന്റെ കാലുകൾ നിന്റെ വാതിലുകൾ നിൽക്കുകയായിരുന്നു. ആത്മാചിറകാൽ പാറും സോദരനെ ചേർക്കുക നാഥ നിൻ ശ്രീപാചിറകിൽ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. യെരൂശലേം കോട്ടയാ ചുറ്റപ്പെട്ട് ഒരു പട്ടണം പോലെ പണിയപ്പെട്ടിരുന്നു. അതിമോഹനമാം മണവർ നിൻ പേർക്കായി സജ്ജമതാക്കി സ്നേഹിതനാം മശിഹ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിന്റെ ഗോത്രങ്ങളായ തലമുറകൾ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായി ഇസ്രായേലിന് സാക്ഷിയായി അങ്ങോട്ട് കയറി ചെല്ലുന്നു. നിന്നോടുകൂടെ സ്തുതിഗീതം പാടാൻ നോക്കി പാർക്കും നീറേ ദൂതന്മാർ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. എന്നാൽ അവിടെ ന്യായവിധിക്കായ സിംഹാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ സിംഹാസനങ്ങൾ തന്നെ ഇട്ടിരിക്കുന്നു. ധന്യാചാര്യ പോയാലും ശാന്ത്യ പൂഗണമേ നീ ഭാസുരമണവറയിൽ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. യെരൂശലേമിന്റെ കുശലം ചോദിപ്പി, നിന്റെ സ്നേഹിതർ സന്തുഷ്ടരാകും. ചിരകാംക്ഷിതമാം സൗഭാഗ്യത്തിലിതാ ജയമകുടത്തോടെത്തിച്ചേർന്നു നീ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നിന്റെ സൈന്യത്തിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സമൃദ്ധിയും ഉണ്ടാകും. ശുശ്രൂഷിച്ച പുരോഹിതന് യജ്ഞാനുസൃതം പ്രതിഫലമേകണമേ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ഭവന നിമിത്തം ഞാൻ നിന്റെ നന്മകൾ അന്വേഷിക്കും. വേർപാടിലെനിക്കുണ്ടധികം ഖേദം, പ്രാർത്ഥിപ്പിൻ ഞാൻ ജീവഗൃഹം പോകാൻ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. എന്റെ ആത്മാവേ കർത്താവിനെ പുകഴ്ത്തുക. വാതിൽ തുറക്കൂ മേലൂർശിലേമേ, മശിഹായെ ഞാൻ വന്നിച്ചിടട്ടെ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നിന്റെ സകല അനീതിക്കും അവൻ നിന്നോട് ക്ഷമിക്കും. ശുശ്രൂഷയ്ക്കായി നിൽക്കും വൈദികർ തൻ ശബ്ദത്തിൽ നീ സംപ്രീതിപ്പെടണേ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നിന്റെ സകല വേദനകളും അവൻ സുഖപ്പെടുത്തും. എന്നെ നയിച്ചു നാഥ തിരുവിഷ്ടം, നിൻ സ്തുതി പാടാൻ ജീവിപ്പിക്കെന്നെ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവേ, നിന്റെ ജനത്തിന്മേൽ നിന്റെ അനുഗ്രഹം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ധന്യാചാര്യ ആഘോഷിച്ചോരെ വാഴ്ത്തിയിടണമേ വലതുകരം നീട്ടി. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിനോട് അപേക്ഷിച്ച് അവന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുക. വിമലാചാര്യ ഞങ്ങളിൽ അങ്ങയുടെ നാഥൻ കനിയാൻ പ്രാർത്ഥിച്ചിടണമേ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നീ ചുറ്റും കോട്ടയുള്ള ഒരു പട്ടണം പോലെ ഇരിക്കും. പരിശുദ്ധാത്മാവിൻ ശക്തി കെടുതികൾ നീക്കി കാക്കട്ടെ നിന്നെ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിന്റെ വലത്തുകൈ ശക്തി പ്രാപിച്ചു. രക്ഷകനെ നിൻ നാട്ടിൻ കൂട്ടത്തെ നിൻ സ്ലീബായാൽ മുദ്രിതമാക്കണമേ. അത്യുന്നതനാം മണവാളാസ്തുതിയൻ ഏവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. രക്ഷകനെ
അല്ലെങ്കിൽ കർത്താവിന്റെ ഭവനത്തിൽ നിലകൊള്ളുന്നവരെ നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പീൻ. ഏവരും ഒരുപോൽ ദൈവാകാരത്തിൽ ഓർത്തിയിടണമേ പ്രാർത്ഥനകളിൽ എന്നെ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിൻ ശരണത്തിൽ മരണമടഞ്ഞോന് വന്മണവറയിൽ നൽകണമാശ്വാസം. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഞങ്ങൾ രാജപുത്രി മഹത്വത്തോടെ നിലകൊണ്ടു. പള്ളി കരഞ്ഞു, മദ്ബഹ ദുഃഖിച്ചു, നിൻ ശിഷ്യന്മാർ വ്യസനത്തിൽ മുഴുകി. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഞങ്ങൾ ചെയ്യുവാൻ ബാധ്യതപ്പെട്ടിരുന്നത് ഞങ്ങൾ ചെയ്തു. അനുയാത്രികരായി ഇവിടം വരെ ഞങ്ങൾ അങ്ങോട്ടിനിയും വന്നിടുമീറേന്മാർ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. വരുമെതിരേൽപ്പാൻ മോശയും ഏലിയാവും സ്വാഗതമരുളും ശോഭന ശിബിരത്തിൽ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. വലിയവരെയും ചെറിയവരെയും തന്നെ പ്രിയരെ എന്നെ ബഹുമാനിച്ചോരെ, നിങ്ങൾക്കെങ്ങും നാഥൻ കൂലി തരും. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിന്റെ സലദാസന്മാരുമേ ശ്ലോമോ നൽകിൻ, ശ്ലോമോയുടെ വാഴിൻ, അന്തിമമാമി ശ്ലോമോ ശാശ്വതമാ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സഫദൻ സുതരേ നിവസിപ്പിൻ ശാന്ത്യ, നിന്നാടുകളെ നാഥൻ കാക്കട്ടെ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നിന്നെ കുറിച്ച് ഞാൻ സമാധാനം സംസാരിക്കും. സ്ഥലവാസികളെ ശാന്ത്യ നിവസിപ്പിൻ, വേർപിരിയുന്നേൻ ഭദ്രത വളരട്ടെ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഞാൻ സമാധാനം സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രിയ സോദരരെ ശാന്ത്യ നിവസിപ്പിൻ, യത്നങ്ങൾക്കായി കൂലി തരും നാഥൻ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. സഹചാരികളെ ശാന്ത്യ നിവസിപ്പിൻ, എന്നേക്കും ഞാൻ വേർപിരിയുന്നു. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. അതെ എന്നേ തന്നെ വാതിലടക്കിൻ ശാന്ത്യ പോയിടുവിൻ, കർത്താവ് വരും വാതിൽ തുറന്നു തരും. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. ഹൃദയാചന കർത്താവ് നിനക്ക് നൽകും. ധന്യപിതാവേ പോയാലും ശാന്ത്യ ചേർക്കും നിന്നെ മശിഹാമണവറയിൽ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. സ്വപ്നം കണ്ട് ഉണരുന്നവനെ പോലെ സഹദുഃഖിപ്പോ മദ്ബഹ വിലപിപ്പോ, നിൻ പ്രാർത്ഥനകൾ കാലയമാശിപ്പൂ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. കർത്താവിനെ അന്വേഷിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ബലപ്പെടും. നിർമ്മല ജലമേ നിർമ്മല വൈദികരെ പ്രാർത്ഥിച്ചിടുവിൻ, ഞാൻ സ്വീകൃതനാവാൻ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. എന്റെ മുഖമെല്ലായ്പ്പോഴും അന്വേഷിപ്പീൻ. വേർപിരിയേണ്ടും വേളയെടുത്തു ഞാൻ സ്വീകൃതനാവാൻ, എൻ പേർ കർത്തിപ്പിൻ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നിനക്കേകും ദാതൻ സ്തുതി തരേൻ സ്തുത്യൻ റോക്കുദിശാവന്യൻ. അത്യുന്നതനാം മണവാള സ്തുതിയൻ ദേവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നീ കണ്ടെന്നെ ഞാനില്ലായികയും കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ. ഇല്ലായ്മയിലുണ്ടാക്കിയൊരെന്നെ പാപക്ഷമയാൽ നിന്റേതാക്കൂ. മർദ്യതയാർന്ന ജഗതി വീര നിൻ കൃപ കാൺമാനേകുക ദീപ്തി. സർവാധീശ നിൻ വിധി നാളിൽ ഞാൻ ലജ്ജിപ്പാൻ
നീയാകുവാനിടയാകല്ലേ. നാഥാ നീയാം ഗോവണി വഴിയായി ഞാൻ അണയണമേ പിതൃസന്നിധിയിൽ. മരണത്തിനു മുൻപനുതാപത്താൽ ഉയർന്നേടാത്തോർക്കയ്യോ കഷ്ടം. പ്രഭയോടു രാജാവെഴുന്നള്ളുന്നു പല ഭാഗക്കാരെതിരേൽക്കുന്നു. കടമൊഴിവാക്കി പാപം പോക്കി നിന്റെ ബലത്തായി നിർത്തണമെന്നെ. സ്വയമുടലാർന്നോ നാമുത്തമനീം നിന്നീതിയിൽ ഞാൻ ലജ്ജിക്കല്ലേ. നാശക്കടലിൽ എന്നെ നാഥ കരുണക്കടലേ കോരിയെടുക്കൂ. വിമലാചാര്യ വ്യസനിക്കേണ്ട നിന്നെ നയിച്ചോൻ ഉത്തമനാഥ കൂപ്പുന്നേ നിൻ തുറമുഖമതിൽ ഞാൻ ചേർന്നിടണമേ. രക്ഷകമശിഹ ഉയരേകണമേ ഞാൻ വിധിയിൽ നിൻ കൃപ കാണണമേ. പാതാളത്തിൽ ഘോരതമസിൽ നിൻ പ്രഭയന്മേൽ വീശിടട്ടെ. ജീവപ്രത്യാശ നിന്നാൽ നേടണമേ ഞാൻ ഭാഗ്യനിവാസം. തിരുനാമം താൻ നിത്യസഹായം നീയൻ ശരണം ചെയ്യുക സഹായം. ധരയാർന്നോനാം ഗുരുരക്ഷകനെ അനുഗതനായി നീ രക്ഷിക്കണേ. നിൻ സ്ലീപായ പാലം വഴിയായി പോകണമേ ഞാൻ പ്രാണവേദം. നിൻ ശബ്ദത്താൽ ഉണർവോടു നിന്നെ എതിരേൽപ്പാൻ ഞാൻ ചെന്നിടണമേ. ആമോദിസാമുദ്രനിമിത്തം ഞാനേറണമേ ശോഭമണവറയിൽ. സമമുടനിക്കായി പ്രാർത്ഥിച്ചിടുവിൻ ഏവം ലിഖിതം നിറവേറി. പുതിയതാതെന്നും നദി തന്നെ എന്നും പുകഴിൻ മകുടമാറോ കൊതിശായിക്കും. മഹിമാവിയലും തൃത്വത്തിന് സ്തുതി മഹിമകളുണ്ടായിടട്ടെ. മൃതരെ ജീവിപ്പിക്കുന്നോനീം സ്തുതി മൃതരെ ജീവിപ്പിക്കണമേ. ഉയരങ്ങൾ സ്വർഗത്തിലെ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനന്മാരും മൺമേരുവായും സ്തുതിച്ചു പറയുന്നു. കാലമൊക്കെയും നേരമൊക്കെയും ഉയരങ്ങൾ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് ഉണ്ടായിരിക്കട്ടെ. നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമാകുന്ന ദൈവമായ കർത്താവേ, യേശുമിശിഹായുടെ ദൈവമായ കർത്താവും പരിശുദ്ധ റൂഹായുമാകുന്ന നിന്നെ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും അതിനോ ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നതിനും വഹിച്ചവനുമായ ദൈവമായ കർത്താവേ നിങ്ങൾ സ്തുതിക്കുന്നു. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ലോകേ, നിന്റെ ചെവിയായ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവനെ ഏതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധ റൂഹായുടെ കൂടെ യേശുമിശിഹാ നീ മാത്രം കർത്താവാകുന്നു. എല്ലാ കാലവും ഞങ്ങൾ ജീവനോട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടു നിത്യത്തുള്ളവാൻ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. അതിന് യോഗ്യമാകുന്നു, അതിന് യുഗതമാകുന്നു. കാലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായ നിനക്കും ഏകപുത്രനും ജീവനുള്ള വിശുദ്ധ വായിക്കുമ്പോൾ ചേർച്ചയാകുന്നത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമീൻ. നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ നീ അടയ്ക്കരുത്. കർത്താവേ, ഞങ്ങൾ പാപികളായി പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിക്കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. അറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സമയത്ത് വെളിയിൽ നിന്ന് ആരും അകത്തേക്ക് പ്രവേശിക്കരുത്. ഇപ്പോൾ ഇവിടെ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. പ്രാർത്ഥനയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുവാനും കുന്തിരിക്കമിടുവാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ആരും തിരക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തുനിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാതിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. വാഴിക്കുമോ സൗമൻകാലോ